5C ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. സോ എന്താണ് സോൾവ് ദ ഇക്വേഷൻ നമ്പർ 1 to 20 ഗിവൻ ബിലോ യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് ax² + bx + c = 0 എന്ന ടേമിലുള്ള എന്ന ഫോമിലുള്ള ഒരു ഇക്വേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ ഫോമിലുള്ള ഒരു ഇക്വേഷന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേംസ് എന്താണെന്നുള്ളത്, ടേംസ് എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, x² - 10x - 24 = 0. ഇവിടെ a = 1 ആണ്. എന്റെ പ്ലേസിൽ ഇവിടെ എന്താണ്, 1 ആണ്. അതേപോലെ ബിന്റെ പ്ലേസിൽ ഇവിടെ എന്താണ്, -10 ആണ്. സിമിലർലി സിന്റെ പ്ലേസിൽ -24 ആണ്. സോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ a × c, അതായത് 1 × -24, a × c 1 × -24 = -24. ഓക്കെ, ഇതവിടെ വെക്കുക. അതേപോലെ തന്നെ b = എന്താണ്, -10 ആണ്. ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ a × c ഏതോ ഒരു രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -24 കിട്ടണം. ആ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, -10 കിട്ടണം. സപ്പോസ് നമ്മളിവിടെ എടുക്കുന്നത്, ഞാൻ വേറൊരു സപ്പോസ് നമ്മളിവിടെ എടുക്കുന്നത് 6 × 4 ആണെന്ന് വിചാരിക്കുക. 6 × 4 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 24 കിട്ടും. -24 കിട്ടാൻ ഇവിടെ സപ്പോസ് മൈനസ് ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പം -6 × 4 -24. അപ്പം ഈ രണ്ട് നമ്പർ തന്നെ -6ഉം 4ഉം തന്നെ ആഡ് ചെയ്യുമ്പോൾ -6 + 4 എന്താണ്, -2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്, -10 ആണ് വേണ്ടത്. അപ്പൊ ഈ ഒരു പെയർ -6ഉം 4ഉം എന്നുള്ള പെയർ എന്താണ്, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്, ഈ ഒരു സംഭവം തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു പെയർ ആണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. അതെന്താണ്, 12 കൊണ്ട് മൾട്ടിപ്ലൈ. 12 × 2 ആണ് എന്ത്, 24 ആണെന്ന് നമുക്കറിയാം. ഇത് -24 കിട്ടാൻ -12 × 2 -24 കിട്ടി. ഇനി ഈ രണ്ട് നമ്പർ തന്നെ ആഡ് ചെയ്ത് നോക്കുക. അപ്പത്തെ കിട്ടും -12 + 2 -10 കിട്ടും. ഇതിലെന്താണ്, ഈ രണ്ട് സംഭവം, അതായത് a × c യും b യും എന്താണ്, സാറ്റിസ്ഫൈ ആണ്. സോ -12, 2 ആണ് നമ്മളെ എന്ത്, ഈ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് അത് അവിടെ എഴുതരുത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x² - 10x -24 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിൽ -10x സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, -12ഉം ഈ 2ഉം കണ്ടുപിടിച്ചത്. സോ x² മൈനസ് എന്ത് ചെയ്യണം, ഈ -10xന്റെ പ്ലേസിൽ -12x + 2, നമുക്ക് പിന്നെ എന്താ കിട്ടിയത്, 2 ആണ് കിട്ടിയത്. അപ്പൊ -12x + 2x പിന്നെ എന്താണ്, -24 = 0. ഓക്കെ, -24 = 0. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗം മാത്രം കൺസിഡർ ചെയ്യുക. ഇവിടെ ഈ x² - 12x കോമൺ ആയിട്ട് എന്താണ്, x ഉണ്ട്. x മാത്രം കൺസിഡർ ചെയ്താൽ x² കിട്ടാൻ ഇവിടെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, -12x കിട്ടാൻ -12 ചെയ്യണം. സിമിലർലി ഇനി അടുത്ത രണ്ട് ടേം 2x -24, ഇതിലേതാണ് കോമൺ ആയിട്ട് എടുക്കുക. സപ്പോസ് നമ്മളിവിടെ 2 എടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2x ആണ്. അപ്പൊ ഇവിടെ x ഏതും -24 ആണ്. അപ്പം -12. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്. ഇനി ഇവിടെ ഈ തേർഡ് സ്റ്റെപ്പിലുള്ള കോമൺ ആയിട്ടുള്ളത് ഏതാണ്, x -12 ആണ്. x-12 ആണ്. സോ ഈ x -12 അതേപോലെ ബ്രാക്കറ്റിലിട്ട് എഴുതാം. ഇനി ബാലൻസ് എന്താണ്, x + 2. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇതന്നെയാണ് ഈ -12ഉം 2 ആണ് ഫാക്ടേഴ്സ്. സപ്പോസ് ഇനി കൂടുതൽ സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി പ്രൂവൺ ആക്കി എഴുതാൻ x -12 = 0, x = 12. അതേപോലെ പിന്നെ ബ്രാക്കറ്റ് എന്താണ്, x + 2 = 0, x -2. അപ്പം x = 12ഉം x = -2ഉം ആണ് എന്ത്, നമ്മുടെ ഫാക്ടേഴ്സ്. ഓക്കെ,
ഇതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0. ഇവിടെ നമ്മൾക്ക് എന്ത് മിസ്സിംഗ് ആണ്? ബി എന്ന് പറയുന്നത്, അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലാണ് എന്ത് വരേണ്ടത്? നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരേണ്ടത്. ഇവിടെ ബി എന്ന് പറയുന്നത് മിസ്സിംഗ് ആണ്. അതിനൊരു കാര്യം ചെയ്താൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് 0x മൈനസ് 16 ഈക്വൽ ടു 0. ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നം ഉണ്ടാവരുത്. സോ ഇനി എന്താ ചെയ്യേണ്ടത്? എ ബി സി, എ ഈക്വൽ ടു എന്താണ്? 1, ബി ഈക്വൽ ടു 0, സി ഈക്വൽ ടു മൈനസ് 16. ഇവിടെ എ ഇൻറ്റു സി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തില്ല, കണ്ടോ? എ ഇൻറ്റു സി, ഇവിടെ 1 ഇൻറ്റു മൈനസ് 24. അതേപോലെ ഈ ക്വസ്റ്റ്യനിൽ എ ഇൻറ്റു സി എന്താണ്? 1 ഇൻറ്റു മൈനസ് 16 ഈക്വൽ ടു മൈനസ് 16. അതായത് ഏതോ ഒരു രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 60 കിട്ടണം. ആ രണ്ട് നമ്പർ തന്നെ ആഡ് ചെയ്യുമ്പോൾ ബി ഈക്വൽ ടു എന്ത് കിട്ടണം? 0 കിട്ടണം. ഇതിന് നമുക്ക് ഒറ്റ കണ്ടീഷനുള്ളൂ, 16 വരെയാണ്. ഒന്നുകിൽ 8 ഇൻറ്റു 2 ചെയ്യാം. 8 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 60 കിട്ടും. മൈനസ് 8 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 8 ഇൻറ്റു 2 ഈക്വൽ ടു മൈനസ് 16 ആണ്. പക്ഷേ ഈ മൈനസ് 8 പ്ലസ് 2 ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണോ? ഇല്ല, നോട്ട് ഈക്വൽ ടു 0. അപ്പം ഈ കണ്ടീഷൻ എന്താണ്? പോവില്ല. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇവിടെ ഇതാ നെക്സ്റ്റ് കണ്ടീഷൻ 4 ഇൻറ്റു മൈനസ് 4 ഈക്വൽ ടു 16, മൈനസ് 16 ആണ്. മൈനസ് 4 പ്ലസ് 4 ഈക്വൽ ടു 0 ആണ്. സോ മൈനസ് 4,4 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ 0xന്റെ പ്ലേസിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. സോ അതേപോലെ ഇതാ എക്സ് സ്ക്വയർ, രണ്ടാമത്തെ സ്റ്റെപ്പ്, എക്സ് സ്ക്വയർ ഇവിടെ കിട്ടിയ നമ്പർ അതാ -4. അപ്പം -4x പിന്നെ 4 പ്ലസ് 4x മൈനസ് 16. ഓക്കെ, ഇനി ഈ രണ്ട് ടേം മാത്രം എക്സ് സ്ക്വയർ മൈനസ് 4xൽ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? എക്സ് ആണ്. എക്സിനെ കോമൺ ആയിട്ട് എടുത്താൽ എക്സ് മൈനസ് 4. ഇനി പ്ലസ് 4x മൈനസ് 16. ഇവിടെ ഇനി കോമൺ ആയിട്ട് എന്തെടുക്കാം? പ്ലസ് 4 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ് വരും, ഇവിടെ -4 വരും. ഇനി ഈ സ്റ്റെപ്പിൽ എന്താണ് കോമൺ? എക്സ് -4 ആണ്. അപ്പം എക്സ് -4 എഴുതി ഇൻറ്റു ബാലൻസ് എക്സ് പ്ലസ് 4. അപ്പം എക്സ് -4ഉം എക്സ് പ്ലസ് 4ഉം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? എക്സ് -4 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 4. ഇതാണ് ഒരു ഫാക്ടർ. അതേപോലെ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു -4. അതാണ് രണ്ടാമത്തെ ഫാക്ടർ. ഓക്കെ, ഇത് റെഡി ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയാണ് ചെയ്യുക. ഇങ്ങനെയാണ് സിമ്പിൾ മെത്തേഡ്. ഇതാണ് ഏറ്റവും സിമ്പിൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2x² മൈനസ് 1/2x ഈക്വൽ ടു 0. ഇവിടെ എൽസിയം എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ 4x² മൈനസ് 4 ഈക്വൽ ടു 0. സോ ഇവിടെ എന്താണ്? എക്സിനെ നമ്മൾ പുറത്തെടുക്കുക. എക്സിനെ പുറത്തെടുക്കുമ്പോൾ എക്സ് ഇൻറ്റു 4x മൈനസ് 1 ഈക്വൽ ടു 0. 4x² മൈനസ് 1 ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 0. അതേപോലെ 4x മൈനസ് 1 ഈക്വൽ ടു 0 എടുക്കുമ്പോൾ 4x ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 1/4. അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ അതായത് ബിയിലോ അല്ലെങ്കിൽ ഈവൻ സിയിലോ ഒക്കെ ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് -5 ഈക്വൽ ടു 24. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. x² മൈനസ് 5x ഈക്വൽ ടു 24. പിന്നെ ഈ 24 അങ്ങോട്ട് കൊണ്ടുവരിക. x² മൈനസ് 5x മൈനസ് 24 ഈക്വൽ ടു 0. അപ്പം ഇവിടെ എന്താണ്? എ ഈക്വൽ ടു 1 കിട്ടി, ബി ഈക്വൽ ടു -5 കിട്ടി, സി ഈക്വൽ ടു -24 കിട്ടി. ഇനി എ ഇൻറ്റു സി എത്രയാണ്? -24. എ ഇൻറ്റു സി ഈക്വൽ ടു -24. ബി ഈക്വൽ ടു എത്രയാണ്? -5. ഏതോ ഒരു രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പം
എന്ത് കിട്ടണം? 24 -24 ആ രണ്ട് നമ്പർ തന്നെ ആഡ് ചെയ്യുമ്പം 5 കിട്ടണം. എന്നാൽ ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞാൽ 8 × 3 ചെയ്ത് നോക്കാം. അപ്പോൾ 24 ആണ് കിട്ടുക. -24 കിട്ടാൻ -8. -8 × 3 -24 കിട്ടി. ഇനി -8 + 3 എന്താണ്? -5 ആണ്. അപ്പോൾ ഇതെന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. സോ -8, 3 ആണ് ഇനി ഇവിടെ ഈ 5xന്റെ ഭാഗത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതാണ്. സോ അടുത്ത സ്റ്റെപ്പ് എന്താണ്? x² -8x + 3x - 24 = 0. സോ അടുത്തത് എന്താണ്? ഈ ഒരു രണ്ട് ടേമിൽ കോമൺ ആയിട്ടുള്ളത് x × x - 8 പ്ലസ് 3x - 24ൽ നമ്മൾ കോമൺ ആയിട്ട് എന്തെടുക്കാം? കോമൺ ആയിട്ട് സപ്പോസ് 3 എടുത്തെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ 3x വന്നു. ഇനി -24 വരാൻ -8. ഇനി എന്താണ്? ഇതിൽ കോമൺ x - 8 × x + 3. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഒന്നുമില്ല. x - 8 അല്ലേ? x - 8 = 0, x = 8. അതേപോലെ x + 3 അല്ലേ? x + 3 = 0, x = -3. ഇതാണെന്ത്? രണ്ട് ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 9/2x = 5 + x². ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ 2 നമുക്ക് പോക്കണം, അല്ലെങ്കിൽ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈഡ് ബൈ 2 ഓൺ ബോത്ത് സൈഡ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം രണ്ടും കട്ട് ചെയ്ത് പോവും. അപ്പം 9x = എന്ത് വരും? 2 × 5 + x². 9x = 10 + 2x². സോ 2x² -9x + 10 = 0 എന്നായില്ലേ? ഇതാണ് നമ്മുടെ എന്ത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇവിടെ എന്താണ്? a = 2, b = -9, c = 10. ഇനി a × c 2 × a × c = 2 × 10 = 20 വന്നല്ലോ. 20 വന്നു. ഈ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം എന്നാണ്? -9 കിട്ടണം. അതിനെന്താണ് ചെയ്യുക? ഞാൻ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞുതരാം. 10 × 2 ചെയ്യുമ്പോൾ 20 ആണ്. പക്ഷെ 10 + 2 -9 ആണോ കിട്ടുക? ഇല്ല, 12 ആണ് കിട്ടുക. അപ്പോൾ ഇത് എന്താണ്? സാറ്റിസ്ഫൈ അല്ല. അപ്പം 10ഉം 2 എന്ന് പറയുന്ന പെയർ ഇവിടെ പോയി, അത് അവിടെ അവസാനിച്ചു. ഇനി എന്താണ്? ഇനി 20 കിട്ടാൻ 5 × 4 = 20 എടുക്കാം. 5 × 4 = 20 എടുക്കാം. ഇനി ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ 5 + 4 = 9. പക്ഷെ ഇവിടെ എന്താണ് നമുക്ക് കിട്ടേണ്ടത്? -9 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ അടിമുടി ഒരു മാറ്റം, ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. എന്താ? -5 × -4, -5 + -4 ചെയ്യുമ്പോൾ ഇവിടെ -9 വരും. അപ്പം എന്താണ്? -5, -4 ആണ് ഇവിടെ എന്താണ്? -9x പ്ലേസിൽ നമ്മൾ ചെയ്യേണ്ടത്. സോ അടുത്ത സ്റ്റെപ്പ് എന്താണ്? 2x². ഇവിടെ കിട്ടിയ നമ്പർ ഏതാണ്? -5, -4. അത് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. -5, -4 -4x -5x. പിന്നെന്താണ്? +10 അല്ലേ? +10 = 0. ഇങ്ങനെ എഴുതിയാൽ ഒരു പ്രശ്നമില്ല. പിന്നെന്താണ്? ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ളത്. ഇവിടെ കോമൺ ആയിട്ട് എന്തെടുക്കാം? ഇവിടെ കോമൺ ആയിട്ട് 2x² 4x. അപ്പോൾ ഇവിടെ 2x എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 2x² എന്ന് വരുന്നാൽ എന്ത് ചെയ്യുക? ഇവിടെ x ചെയ്യുക. -4x ആണ്. അപ്പം -2 കൂടി വരുത്തുക. അപ്പം 2x² -4x. ഇനി -5x + 10 എന്നാണുള്ളത്. -5x + 10, -5നെ കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ x -2 ഇങ്ങനെ എഴുതിയാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ സുല. ഇവിടെ കാര്യം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്? 2x × x -2 -5 × x -2. ഇവിടെ കോമൺ എന്താണ്? x -2 ബാലൻസ് 2x - 5. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല.
ഇനി അതേപോലെ എഴുതാ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0, 2x മൈനസ് 5 ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കിട്ടിയത്. ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു 5 എഴുതി, എക്സ് ഈക്വൽ ടു 5/2, എക്സ് ഈക്വൽ ടു 2ഉം എക്സ് ഈക്വൽ ടു 5/2 ആണെന്ത് നമ്മുടെ ഫാക്ടേഴ്സ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഇനി അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. അപ്പം ഓക്കെ, ബൈ.